ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മീഷോ ഹോൾ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിൽ ബാഗ്സ് ഉണ്ട്, ഹിജാബ്സ് ഉണ്ട്, അതുപോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സും അതുപോലെ ജീൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു ജീൻസാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ജീൻസാണ്. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലാട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു പ്രീമിയം ലുക്കിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ്. നല്ലൊരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, നമുക്ക് എല്ലാ കളേഴ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഷെയ്ഡാട്ടോ. വെറുതെ പറയുന്നതല്ല, ശരിക്കും നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഒരു 600 സംതിങ് ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിരിക്കും, നല്ല എക്സ്ട്രാ വേർത്തായിരിക്കും. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ഒരൊറ്റ ജീൻസ് മതിട്ടോ നിങ്ങളുടെ വാർഡ്രോബിൽ. ഒരുപാട് ജീൻസ് ഒന്നും വേണമെന്നില്ല. ഈ ഒരു കളർ, ഈ ഒരു ഷെയ്ഡിൽ, അതുപോലെ ഈ ഒരു ജീൻസ് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടോ. നല്ലൊരു ബാഗി ഫിറ്റിൽ വന്നിട്ടുള്ള ജീൻസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ജീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ജീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ജീൻസ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ജീൻസ് ഭയങ്കരമായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ, ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടോ. അതുപോലെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തത്, സൈസ് ഞാൻ ഇവിടെയും കൊടുക്കട്ടെ. ഞാൻ നോർമൽ സൈസാണ്, 28 ആണ് സാധാരണ ഞാൻ എൻ്റെ സൈസ് യൂസ് ചെയ്തത്. അപ്പോൾ 30 ആട്ടോ. ഞാൻ സൈസ് അപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ നല്ല ഒരു ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ജീൻസാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ട് പറയും കേട്ടോ. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 600 സംതിങ് ആണ് ഒരു പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ജീൻസ് ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ ചെയ്ത് ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫിറ്റിങ്ങും ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയായിട്ടുള്ള ജീൻസാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ട്രൈ ആക്കിയിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കേട്ടോ. നമ്മുടെ സവാനയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഇതിൻ്റെ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ്. ശരിക്കും വേർത്താണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെ കേട്ടോ. ഇവിടെ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുന്ന സ്ലീവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. അതിൻ്റെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. മീഷോയിലൊക്കെ എത്ര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ കിട്ടുന്നത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെയാണ്. ബട്ടൺസ് ഒക്കെ ഇങ്ങനത്തെ ബട്ടൺസ് ആട്ടോ. ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ്ങിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. 400 സംതിങ് ആട്ടോ ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും ഈ ഷർട്ട്. നല്ല ക്വാളിറ്റി ആൻഡ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. കാരണം റെഗുലർ ഫിറ്റ് ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 സൈസ് ഞാൻ അപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും പറയുന്ന പോലെ തന്നെ നിങ്ങൾ റെഗുലർ ഫിറ്റിൽ വരുന്ന ഷർട്ട്സ് ആകുമ്പോൾ 1 or 2 സൈസ് അപ്പ് എടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ഞാൻ ഇത് ഓർഡർ ആക്കുമ്പോൾ എത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഇതിൻ്റെ വീഡിയോസ് കൊടുക്കാം. എനിക്കത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റി ആൻഡ് പോലെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ജീൻസിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുള്ള സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെ നല്ലൊരു ബോയിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ത്രെഡഡ് ആണ് ഈ ഒരു ബോ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു കോട്ടൺ റയോൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ. ഫുൾ ഈ ഒരു ബോ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബട്ടൺസ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആട്ടോ. ഒരു നോർമൽ ഷർട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തത് XL ആട്ടോ ഇതിൻ്റെ സൈസ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ലൂസ് ഫിറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് റെഗുലർ ഫിറ്റിലുള്ളൊരു ഷർട്ടാണ്. അപ്പോൾ XXL ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൂസായിട്ട് വരുന്നുള്ളൂ, ലൂസ് ഫിറ്റിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് XL ആണ്. എനിക്ക് സൈസ് ഓക്കെ അല്ല. XL എടുത്തിട്ടും അതിൽ റെഗുലർ ഫിറ്റ് ആണോ ഓവർ സൈസ്ഡ് ആണോ എന്ന് കാണിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ XL ആണ് എടുത്തത്. പക്ഷേ XL എനിക്ക് ഓക്കെ അല്ല കേട്ടോ. സൈസ് കുറച്ചൊരു ടൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അല്ലാതെയൊക്കെ നോക്കുമ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാട്ടോ. നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട്
വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ്. ഈ ഒരു ബോവിൻ്റെ ടൈത് വന്നിട്ടുള്ള ത്രെഡ് തന്നെ കൊണ്ട് ചെയ്തിട്ടുള്ള കേട്ടോ ഈ ഒരു ബോ. നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പോൾ സൈസ് എനിക്ക് ഓക്കെ അല്ല കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ഹിജാബാണ് കേട്ടോ. നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഹിജാബ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. പശ്മിന വരുന്ന ആ ഒരു ഹിജാബില്ലേ, അതൊക്കെ ട്രെൻഡിങ് ആണ്. പക്ഷേ അത്ര തിക്കായിട്ടുള്ള ഹിജാബ് അല്ല കേട്ടോ. ഞാൻ അതാണെന്ന് വെച്ചിട്ട് ട്രൈ ആക്കി നോക്കിയാൽ കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് കുറച്ചൊരു ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അത്ര തിക്കൊന്നും അല്ലാത്തൊരു ഹിജാബാണ് കേട്ടോ. പക്ഷേ ഏകദേശം കാണാൻ അതുപോലെ ഇരിക്കുന്നു. ആ ഒരു പ്രിൻറ്റ് അതൊക്കെ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് പശ്മിന ടൈപ്പിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. അത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള നല്ല കട്ടിയിൽ വരുന്നിട്ടുള്ള ഒരു ഹിജാബാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു നോർമൽ അത്ര തിക്കായിട്ടുള്ള നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹിജാബാട്ടോ, തിക്കൊന്നുമില്ല. അപ്പം ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒരു വൈറ്റ് ഷർട്ടിൻ്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പ്രിൻറ്റഡ് ഹിജാബ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളേഴ്സിൻ്റെ ഒക്കെ കൂടെ ട്രൈ ചെയ്യുമ്പോൾ അതുപോലെ ബ്ലാക്ക് ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ജസ്റ്റ് 200 സംതിങ് അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ടുള്ള ഒരു ഹിജാബാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഷർട്ട് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ കോളർ. ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ ഇത് ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുള്ള വൈറ്റ് കളറിലാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് ഒരു ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ ലിനൻ മിക്സ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിളാണ്, നല്ല ക്വാളിറ്റി ആൻഡ് നല്ല കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും നല്ല സിമ്പിളായിട്ടുള്ള നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഷർട്ട് സ്റ്റൈൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തത് 2XL ആണ്, ഡബിൾ XL ആണ്. അപ്പോൾ ഡബിൾ XL എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമൽ സൈസിനേക്കാളും 1 സൈസ് അപ്പ് എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ വരും കേട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈ ഒരു സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. നല്ല ക്വാളിറ്റി ആൻഡ് അടിപൊളിയായിട്ടോ. എനിക്ക് അടുത്ത് പറയണം, കാരണം അത്രയും അടിപൊളിയായിട്ടാണ്. നിങ്ങളെ മസ്റ്റ് ട്രൈ ആയിട്ട് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. 400 അങ്ങനെ എന്തോ അത്രയേ ഉള്ളൂ കേട്ടോ. 500 ബിലോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ബാഗാണ് കേട്ടോ. ഒരു ഷോൾഡർ ബാഗാണ്. ഒരു നല്ലൊരു ചെറിയ റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. ഈ ഒരു കളർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഫുഡ് വെയറും അതുപോലെ ബാഗ്സൊക്കെ ഈ ഒരു കളർ നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയാൽ ഇങ്ങനത്തെ ഈ ഒരു കളറിൽ വരുന്ന ബാഗ്സൊക്കെ ഒരുപാട് കാണാം. നല്ലൊരു കളർ, നല്ലൊരു ചെറിയ റെഡിലാട്ടോ അത് വന്നിട്ടുള്ളത്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് 200 സംതിങ് 300ൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രൈസിന്. ആ ഒരു പ്രൈസിനൊക്കെ നമുക്ക് എന്തായാലും വർത്തായിരിക്കും കേട്ടോ ഇതുപോലത്തെ ബാഗ്സൊക്കെ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എപ്പോഴും ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മീഷോയിലാണ്. ബ്രാൻഡഡ് ആയിട്ടല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ബാഗ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മീഷോയിൽ ട്രൈ ചെയ്യാം. അത്ര പ്രൈസേ വരുന്നു. 200 300 നല്ല അടിപൊളിയായിട്ടുള്ള ബാഗ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ബാഗിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷർട്ടാണ്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇതൊരു ഡെനിം ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ എത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഓവർ സൈസ്ഡ് ലുക്ക് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. ഇതങ്ങനെയാട്ടോ അത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ മീഷോയിലൊക്കെ ഡെനിമിൻ്റെ ഒക്കെ നമ്മൾ ഡെനിം മാത്രം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഡെനിം വരുന്ന ഷർട്ട് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ട് നല്ല ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല ലൂസ് ഫിറ്റിലാണ്, ഓവർ സൈസ്ഡ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ 2XL ആണ് സൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റഡ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ XL 2XL ഒന്നും വേണ്ടിയിട്ടുള്ള 1 സൈസ് അപ്പ് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഡെനിം ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഒരു പിൻട്രസ്റ്റി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ആക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400, ആ ഒരു 423 അങ്ങനെ എന്തോ ഉണ്ടോ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും. ഇതുപോലത്തെ ഒരു ഡെനിം ഷർട്ട് തന്നെ നല്ല ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡെനിം ഷർട്ട്സൊക്കെ നമുക്ക് ഇപ്പോൾ എപ്പോഴും ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് ഔട്ടാവാത്തൊരു സംഭവമാണ് ഡെനിം ആയിട്ടുള്ള ഷർട്ട്സും ഡെനിം ഷർട്ട്സ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെനിം ഷർട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ മീഷോ ഹോൾ വീഡിയോയിൽ. ഞാനിതിൽ ബാഗ്സും ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സൊക്കെ കാണിച്ചു. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടോ. എല്ലാം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇമെയിൽ ലിങ്ക് വരും കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.